ഇനി വീട്ടുടമയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വീട് വാടകയ്ക്ക് നൽകിയത് അനൂപ് എന്നയാൾക്കാണെന്നാണ് ഉടമസ്ഥൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. പയ്യന്നൂർ സ്പെയർ പാർട്സ് കടയിലെ ജീവനക്കാർ എന്നാണ് പരിചയപ്പെടുത്തിയത്. താമസക്കാരെ കുറിച്ച് ആരും പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല. കൃത്യമായിട്ട് വാടകയും ലഭിച്ചിരുന്നു. താമസിച്ചവരുടെ ആധാർ കാർഡ് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് വീട്ടുടമസ്ഥൻ പറയുന്നത്. അതിലേക്ക് അമ്മ ശരിക്കും എപ്പോഴാണ് വിവരം അറിയുന്നത്? ഇന്നലെ രാത്രി ഒരു 3 മണിയോടുകൂടി പോലീസാണ് വിളിച്ചത്. ഇവിടെ പോലീസ് വിളിച്ചപ്പോൾ പിന്നെ ഒരു ബത്തപ്പാടായി. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് എന്തെല്ലോ ഇല്ലെല്ലാം കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൻ്റെ അടുത്തില്ല സംഭവം സ്നേഹിച്ചും പറഞ്ഞു, ഇങ്ങനെ വീട് തകർന്നിട്ടാണ് ഇല്ലത്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് ഇവർ പോകാൻ കഴിയാത്ത ഒരവസ്ഥയായതുകൊണ്ട് പോയിട്ടില്ല. പോലീസുകാർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അറ്റാക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതും സുഖമില്ലാണ്ടെല്ലാം നിൽക്കുന്നതാണ്, നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൗൺസിലിലെ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പോലീസുകാർ ചോദിച്ച് അതിനുള്ള എല്ലാ മറുപടികളും കൊടുത്തു. പിന്നെ എപ്പോഴാണ് ഇവിടെ വീട് വാടകയ്ക്ക് എടുക്കുന്നത്? 1 കൊല്ലം കഴിഞ്ഞു. ജോലി എന്താന്ന് പറഞ്ഞിരുന്നു? അവരെ ജോലിയാണ്, അവരെന്തോ ഈ പാർട്ടേഴ്സിൻ്റെ സ്പെയർ പാർട്സിൻ്റെ പിന്നെ എല്ലാടിക്കും ഷോപ്പിൽ കൊടുക്കലാണ്. പിന്നെ അത് 3 ആൾ അവിടെ താമസം ഉണ്ടാവും, 2 3 ആളോ താമസം ഉണ്ടാവും. നല്ല പെരുമാറ്റമായിരുന്നു അല്ലേ? നല്ല പെരുമാറ്റം. പിന്നെ നമുക്ക് കൃത്യമായിട്ട് വാടക തരുന്നുണ്ട്. ഇപ്പം അടുത്ത് അവർ പറഞ്ഞു നമ്മളോട്, നമ്മളെ വീട്ടിൽ ഏകദേശം ആകുന്നുണ്ട് പക്ഷേ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറുമെന്ന്. ആയിക്കോട്ടെ, സന്തോഷം എന്നുള്ളത് പറയുകയും ചെയ്തിന്. പിന്നെ ഇങ്ങനെ ഇപ്പം ഒരു 3 മാസം അപ്പടി മഴ തുടങ്ങുന്നതിന് മുന്നേ ഞാനും ഭർത്താവും കൂടി അവിടെ പോയിന്ന് വെച്ചാൽ അവരവിടെ ഇല്ല സമയത്ത് വിളിച്ച് ചോദിച്ചിട്ട് പോയി. വീടെല്ലാം കാണണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം കയറി ഒന്നും നമുക്ക് കാണാം. നമ്മളെ കണ്ണിൽ ഇങ്ങനത്തെ ഈ സംഗതി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. വീട്ടിൻ്റെ 4 കുറയിലും അവിടെ മാച്ചിട്ടുണ്ട്. ഞാനതെല്ലാം വൃത്തിയാക്കി നമുക്ക് വീടും പരിസരവും വൃത്തിയാവണം എന്നുള്ളതാണ് ഈ വരുന്ന ആളോട് എപ്പോൾ നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, വീട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. വീട്ടുടമസ്ഥനോടും നാട്ടുകാരോടും ഒക്കെ തന്നെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ വളരെ നല്ല പെരുമാറ്റമായിരുന്നു എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് വീട്ടുടമയുടെ കുടുംബം. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.